ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي عباد الله ഊസിക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ അതർഹിക്കുന്ന ഗൗരവത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മരണാനന്തരം ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. സഹോദരങ്ങളെ, ശഅബാൻ അതിന്റെ പകുതിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ, റമളാൻ നാം സ്വാഗതം ചെയ്യാൻ കാത്തു നിൽക്കുമ്പോൾ, അതിന്റെ ബാഹ്യമായ ചില പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ വൃത്തിയാക്കുന്നു, പള്ളികൾ നശിച്ച ഭാഗങ്ങൾ അല്ലെങ്കിൽ നുരുമ്പിച്ച ഭാഗങ്ങൾ അല്ലെങ്കിൽ പെയിന്റ് പോയ ഭാഗങ്ങൾ അതെല്ലാം വൃത്തിയാക്കി, പള്ളിയിൽ രാത്രി ഇമാമ് നിൽക്കാൻ തറാവീഹിന് വേണ്ടി ഇമാമിനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇമാമിനെ നിശ്ചയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള കളക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ റമളാനിനെ സ്വീകരിക്കാനും റമളാനിന്റെ കർമ്മങ്ങൾ സുഗമമായി ഭൗതികമായ സംവിധാനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും ഊഷ്മളമായ രൂപത്തിൽ നടന്നു പോകാനുള്ള ഭൗതികമായ സംവിധാനങ്ങളെല്ലാം നാം ഒരുക്കുമ്പോൾ, ഇതിനേക്കാൾ ആ റമളാനിനു വേണ്ടി തയ്യാറാകുമ്പോൾ, ആ റമളാൻ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പ്രധാനമായും 4 കാര്യങ്ങൾ ശുദ്ധീകരിക്കുക എന്നത്. നമ്മൾ വീട് ശുദ്ധീകരിക്കുന്നു, പള്ളി ശുദ്ധീകരിക്കുന്നു, എന്നാൽ ഇതിനേക്കാൾ ശുദ്ധീകരിക്കേണ്ട 4 കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒന്ന് നമ്മുടെ വിശ്വാസത്തെ നന്നാക്കുക, ക്ലിയറാക്കുക, ശുദ്ധീകരിക്കുക എന്നത് തന്നെയാണ്. ശിർക്കും കുഫറും അതുപോലെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിന്റെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ പോലും
അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഖബറാളികളോട് പ്രാർത്ഥിക്കുന്ന, അവരോട് നേർച്ച വഴിപാടുകൾ നടത്തുന്ന, ആവശ്യങ്ങളും അവരുടെ ആവലാദികളും വേവലാദികളും പ്രാർത്ഥനകളുമെല്ലാം അല്ലല്ലാത്ത ആളുകൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സഹോദരങ്ങളെ, വിശ്വാസത്തെ നന്നാക്കുക എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ്. ഈ നിസ്കാരവും നോമ്പുമെല്ലാം നിർവഹിക്കുന്നതും അത് ആ നിസ്കാരവും നോമ്പും സ്വീകരിക്കപ്പെടുന്നതുമെല്ലാം ഒന്നാമത്തെ ഷർത്തായ ഷഹാദത്ത് പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ്. ഇസ്ലാം കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പാട്ടുപാടി പഠിച്ചപ്പോഴെല്ലാം പറഞ്ഞത് ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാൻ. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമതെണ്ണുന്നത് കലിമ ഷഹാദത്തൊന്നാണ് എന്ന്. ആ ഷഹാദത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിസ്കാരത്തെ എണ്ണുന്നത്. അതിനുശേഷം സക്കാത്ത് എണ്ണുന്നു, 4ാമതായി റമളാനിലെ നോമ്പെണ്ണുന്നു. എന്നാൽ ഈ 2, 3, 4, 5 അതൊക്കെയും ഒരാളിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നത് ഒന്നാമത്തെ ഷർത്ത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ്. ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അതിന്റെ രൂപത്തിൽ അനുഷ്ഠിച്ച് ആചരിച്ചു വരുമ്പോൾ മാത്രമേ അവന്റെ നിസ്കാരം സ്വീകാര്യമാവുകയുള്ളൂ, അവന്റെ നോമ്പ് സ്വീകാര്യമാവുകയുള്ളൂ. നമുക്കറിയാം, ഒരു രാമൻ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനായ ഒരു മനുഷ്യൻ, ഒരു നമ്മുടെ സഹോദരൻ, ആ മനുഷ്യൻ നോമ്പെടുത്തു കഴിഞ്ഞാൽ, നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന് നമുക്ക് എത്രത്തോളം ബോധ്യമുണ്ടോ അതുപോലെ തന്നെയാണ് മുസ്ലിം എന്ന നാമധാരിയായ ആളുകൾ, അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലല്ലാത്ത ആളുകൾക്ക് തന്റെ വിശ്വാസങ്ങൾ സമർപ്പിക്കുന്ന, തവക്കുൽ ചെയ്യുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, മുശ്രിക്കുകളായ ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്നത് 100% നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ അവരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുക എന്നത് ഉറപ്പായ കാര്യമാണ്. കാരണം നിസ്കാരത്തിനെയും നോമ്പിനെയും എല്ലാം കുറിച്ച് പറയുമ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പായി കൊണ്ട് വിശ്വാസത്തെ ക്ലിയറാക്കാൻ വേണ്ടി അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ റമളാനിന്റെ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ പോലും മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, 2 കാര്യങ്ങളാണ്, 2 ഷർത്തുകളാണ് അവിടെ പറഞ്ഞത്. ഒരാൾ നോമ്പ് നോക്കുന്നു, ആ നോമ്പ് നോക്കുന്നത് എങ്ങനെയായിരിക്കണം? ഈമാൻ ഉണ്ടായിരിക്കണം, ദൃഢവിശ്വാസത്തോടുകൂടിയായിരിക്കണം. അവന്റെ വിശ്വാസത്തിൽ യാതൊരു നിലക്കുമുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാകാൻ പാടില്ല, അല്ലല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കാൻ പാടില്ല, അല്ലല്ലാത്ത ആളുകളിൽ നിന്ന് ദോഷമോ ഗുണമോ പ്രതീക്ഷിക്കാൻ പാടില്ല, അല്ലല്ലാത്ത ആളുകളിൽ നിന്ന് അബോധികമായ മാർഗത്തിൽ, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, കബറാളിയാകട്ടെ, അല്ലെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാരാകട്ടെ, അല്ലെങ്കിൽ വലിയ വലിയ മഹത്തുക്കളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട്ടിലറിയപ്പെട്ട വലിയകളാകട്ടെ, അല്ലെങ്കിൽ നബിയാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, ആരുമാകട്ടെ, അവരിൽ നിന്ന് അബോധികമായ മാർഗത്തിൽ ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കുക എന്നത് തന്നെ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കണമെന്നില്ല. അങ്ങനെ പ്രതീക്ഷിച്ചാൽ തന്നെയും ശിർക്കാണ്. അങ്ങനെ ശിർക്കായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. 30 ദിവസവും ഏറ്റവും മനോഹരമായി പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നോമ്പ് നോറ്റാലും ശരി, അവനിൽ നിന്ന് ആ നോമ്പിന്റെ പ്രതിഫലം അവന് ലഭിക്കുകയില്ല, നോമ്പ് സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ട് വിശ്വാസത്തെ ക്ലിയറാക്കുക, സംരക്ഷിക്കുക, അതോടൊപ്പം ശുദ്ധീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മാസത്തിൽ നമ്മൾ പ്രത്യേകം അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുന്ന രാത്രി നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ 2 കണ്ടീഷനുകളാണ് പറഞ്ഞത്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസത്തിൽ രാത്രി നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ 2 ഷർത്തുകൾ നമുക്കുണ്ടാകണം. ഒന്ന്, വിശ്വാസം ക്ലിയർ ആകണം, ഈമാൻ ഉണ്ടാകണം. ശരിയായ ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിനുശേഷം പറഞ്ഞ ഓഫർ ലഭിക്കുകയുള്ളൂ. എന്താണ് ഓഫർ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ പുറത്തു നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനേക്കാളും, നോമ്പിനേക്കാൾ, നിസ്കാരത്തെക്കാൾ, മറ്റു വിശ്വാസങ്ങളെക്കാൾ, എല്ലാത്തിനേക്കാളും അടിസ്ഥാനം, മറ്റു കർമ്മങ്ങളെക്കാളും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ ഈ ചുമരുകളെക്കാൾ, ഈ റൂഫിനേക്കാൾ, ഇതിനേക്കാൾ ഏറ്റവും അടിസ്ഥാനവും ബലവത്താകേണ്ടതും നമ്മുടെ അടിത്തറയാണെങ്കിൽ, ഈ ബിൽഡിങ്ങിന്റെ അടിത്തറയാണെങ്കിൽ, ഫൗണ്ടേഷൻ ആണെങ്കിൽ, അതുപോലെ നമ്മുടെ നിസ്കാരത്തെക്കാൾ, നമ്മുടെ നോമ്പിനേക്കാൾ, നമ്മുടെ സ്വതക്കയേക്കാൾ, നമ്മുടെ ഹജ്ജിനേക്കാൾ നമുക്ക് അടിത്തറവാകേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ശുദ്ധീകരിക്കണം, ആ വിശ്വാസത്തെ കളങ്കമറ്റതാകണം, ആ വിശ്വാസത്തെ തീർത്തും മലീനത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിച്ച്, അതായത് ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും ശുദ്ധീകരിച്ച്
തീർത്തും തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, വിശ്വാസമാണ് നമുക്കുണ്ടാക്കി തീർക്കേണ്ടത്. വലിയ ആളുകളാണ്, നബിമാരാണ്, അമ്പിയാക്കന്മാരാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പോലും ശിർക്ക് ചെയ്യാൻ അവസരമില്ലായിരുന്നു. 10-18 നബിമാരെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് എല്ലാവരും അല്ലാഹുവിന്റെ ഹിദായത്ത് ശ്രദ്ധിച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കുല്ലും മിനസ് സ്വാലിഹീൻ എന്ന് വിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനുമാണ്, ആ നബിമാരും മുർസലീങ്ങളുമാകട്ടെ ആരുമാകട്ടെ, അവരെങ്ങാനുമാണ് പോലും ശിർക്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവരുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലാക്കി കളയുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിസാരന്മാരായ നമ്മൾ വേണ്ട. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്ത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, നിങ്ങളാണ് ശിർക്ക് ചെയ്തതെങ്കിൽ പോലും രാത്രി നിസ്കരിച്ച, കാലിൽ നീര് വരുമാറ് പ്രവാചകൻ രാത്രി നിസ്കരിച്ചിട്ടുണ്ട്. മറ്റാളുകളെക്കാളും ഏറ്റവും നല്ല ശുക്ർ ചെയ്യുന്ന മനുഷ്യനായിക്കൊണ്ട്, അഷ്റഫുൽ ഖൽഖായിക്കൊണ്ട് അല്ലാഹു പോലും സർട്ടിഫിക്കറ്റ് നൽകിയ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വലൗ അശ്റഫു, പ്രവാചകരെ താങ്കളെങ്ങാനുമാണ് ശിർക്ക് ചെയ്യുന്നത് എങ്കിൽ ലഹബിത അൻഹും, നിങ്ങളിൽ നിന്ന് ആ വലൗ അശ്റഫു, നിങ്ങളിൽ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ, നിങ്ങൾ കഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ മുഴുവൻ അല്ലാഹു ബാത്തിലാക്കി കളയും. തീർന്നില്ല, വലതകൂനന്ന മിനൽ ഖാസിരീൻ, തീരാ നഷ്ടവാളികളുടെ കൂട്ടത്തിൽ പ്രവാചകരെ താങ്കളായി പോകുമെന്ന് പ്രവാചകനോട് പോലും താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ, ആ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന പ്രവാചകനോട് ഇത്ര ഗൗരവത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കണം, ശുദ്ധീകരിക്കണം, മലിനത്തിൽ നിന്ന് ശുദ്ധീകരിക്കണം. ആ രൂപത്തിൽ തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ഈ ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ 3 രൂപത്തിൽ 3 സ്ഥലങ്ങളിലാണ് ഒരു മനുഷ്യന് ശിർക്ക് സംഭവിക്കുക. മഹല്ലുൽ വുഖൂഅ എന്ന് പറയുന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഒന്നാമത്തേത് ഇഅ്തിഖാദിലാണ്, വിശ്വാസത്തിലാണ്, നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കും. രണ്ടാമത്തേത് വാക്കിലാണ്, ഖൗലിലാണ്, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ വാക്കുകളിലൂടെ ശിർക്ക് സംഭവിക്കും. മൂന്നാമത്തേത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ അമലുകളിലൂടെ ശിർക്ക് സംഭവിക്കും. ഈ 3 മേഖലകളും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതിൽ ഒന്നാമത്തത് ഇഅ്തിഖാദിൽ, വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കും എന്നതിന് ഉദാഹരണമായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, മരിച്ചവർ കേൾക്കുമെന്നും മരിച്ചവർ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുമെന്നുള്ള വിശ്വാസമുണ്ട് എങ്കിൽ, അവിടെ പ്രാർത്ഥിക്കണമെന്ന ഷർത്ത് പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കാതെ തന്നെ മരിച്ചവർ, ഖബറാളികൾ കേൾക്കും, അമ്പിയാക്കന്മാർ കേൾക്കും, ഔലിയാക്കന്മാർ കേൾക്കും, അഭൗതികമായ മാർഗത്തിൽ അല്ലാഹു അല്ലാത്ത ആളുകൾ നമ്മെ സഹായിക്കും, ഉപദ്രവങ്ങൾ നീക്കിത്തരാൻ അവർക്ക് സാധിക്കും എന്ന വിശ്വാസമുണ്ടെങ്കിൽ തന്നെ അത് ശിർക്കായി എന്നാണ്. അപ്പോൾ വിശ്വാസത്തിൽ ശിർക്കുണ്ടാകും. വിളിച്ചു തേടണമെന്നില്ല, പ്രാർത്ഥിക്കണമെന്നില്ല, പ്രാർത്ഥിക്കാതെ തന്നെ ആ വിശ്വാസമുണ്ടെങ്കിൽ ശിർക്കാകുമെന്നാണ്. രണ്ടാമത്തത് ഖൗലിൽ വരുന്ന ശിർക്കാണ്. ഖൗലിൽ വരുന്ന ശിർക്ക് എന്ന് പറഞ്ഞാൽ, യാ മുഹീദ്ദീൻ ഷെയ്ഖേ എന്നെ കാക്കണേ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ, ഒരാൾ തേടിയാൽ, മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കുമെന്നോ, ആ പ്രാർത്ഥന കേൾക്കുമെന്നോ, പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുമെന്നോ എന്ന് വിശ്വാസമില്ലാതെ ഒരാൾ തേടിയാൽ, ബദരീങ്ങളെ കാക്കണേ എന്നൊരാൾ പറഞ്ഞാൽ, വാക്കുകൊണ്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതും ശിർക്കായി, ഖൗലിലുള്ള വാക്കിലുള്ള ശിർക്കാണ് എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി അമലിലുള്ള, പ്രവർത്തനങ്ങളിലുള്ള ശിർക്ക് എന്താണ്? ഖബറിലുള്ള ആളുകളോട്, ഖബറാളികളുടെ ഖബറിന്റെ അടുത്ത് ചെന്ന് സുജൂദ് ചെയ്യുക, അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നേർച്ച ചെയ്യുക, വഴിപാടുകൾ നടത്തുക, ഇതെല്ലാം കർമ്മത്തിൽ വരുന്ന ശിർക്കാണ്. അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മുടെ വിശ്വാസ രംഗത്തോ, നമ്മുടെ നാവിലോ, നമ്മുടെ സംസാരങ്ങളിലോ, നമ്മുടെ പ്രവർത്തനങ്ങളിലോ ശിർക്കിന്റെ ഒരു അംശം വരാത്ത രൂപത്തിൽ നമ്മുടെ തൗഹീദിനെ സംരക്ഷിക്കലും നമ്മുടെ തൗഹീദിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നതും ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. രണ്ടാമത്തത് നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും എങ്ങനെയെങ്കിലും പ്രവർത്തിക്കുക എന്നതല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായ പ്രവർത്തനം പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതവും മരണവും സംവിധാനിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങളിൽ മുഴുകുക എന്നതാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും രൂപത്തിൽ
പ്രവർത്തിക്കുക നല്ലതല്ലേ, പുണ്യമല്ലേ, നിസ്കാരല്ലേ, നോമ്പല്ലേ, സ്വതക്കയല്ലേ എന്ന് പറഞ്ഞ് സ്വലാത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന രൂപമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് കൃത്യമായ അതിർവരമ്പുകൾ പഠിപ്പിച്ചു, കൃത്യമായ രൂപങ്ങൾ പഠിപ്പിച്ചു, കൃത്യമായ എണ്ണങ്ങൾ പഠിപ്പിച്ചു. ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങളായി കഴിഞ്ഞാൽ, അതായത് ഇഖ്ലാസും മുതാബഅത്തും, അള്ളാഹുവിന് പൂർണ്ണമായി റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് റബ്ബിന് വേണ്ടി സമർപ്പിക്കുന്ന ഇബാദത്തുകൾ, കർമ്മങ്ങളായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. അതോടൊപ്പം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പ്രവാചകന്റെ മാതൃക അനുസരിച്ചുകൊണ്ടായിരിക്കണം. അതിന്റെ എണ്ണത്തിൽ, അതിന്റെ വണ്ണത്തിൽ, അതിന്റെ രൂപത്തിൽ, എല്ലാ രൂപത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രൂപത്തിലായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം, ഇന്ന് സമൂഹത്തിനിടയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികൾ ഇന്ന് നിസ്കാരവും നോമ്പും മറ്റു ഇബാദത്തുകളുമെല്ലാം പല രൂപത്തിൽ കോട്ടിമാറ്റി പല പ്രതിഫലങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് അവർ പലതും ഉണ്ടാക്കി സമൂഹത്തിന്റെ മുമ്പിൽ വിടുകയാണ്. ഇന്ന പ്രതിഫലമുണ്ട്, 60 മാസം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം, അല്ലെങ്കിൽ ഇത്ര പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പുത്തനാചാരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തരാത്ത, മാതൃകയില്ലാത്ത ചില പ്രവർത്തനങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. 2 രൂപത്തിലാണ് ബിദ്അത്തുകൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തത് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒന്നിനെ പുതുതായി കൊണ്ടുവരിക. രണ്ടാമത്തത് ഇസ്ലാം പഠിപ്പിച്ച ഒന്നിനെ തന്നെ പുതിയ രൂപത്തിലും ഭാവത്തിലും കോലത്തിലും എണ്ണത്തിലും മാറ്റിമറിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്ത മാതൃകയിൽ പ്രവർത്തിക്കുക എന്നത്. ഈ രൂപത്തിൽ 2 രൂപത്തിലാണ് മുസ്ലിം ഉമ്മത്തിലേക്ക് ബിദ്അത്തുകൾ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ 2 രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കർമ്മത്തിൽ, നമ്മുടെ ഈ നമ്മുടെ കൽപ്പനയില്ലാത്ത, പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത, മാതൃകയില്ലാത്ത ഒരു കാര്യത്തെ പുതുതായി ഒരാൾ കടത്തിക്കൂട്ടിക്കഴിഞ്ഞാൽ, ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടി പുതുതായി ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ പുതുതായി ഒന്ന് ഉണ്ടാക്കുക എന്നത് ഒരു തരം ബിദ്അത്തുകളാണ്. ഇനി രണ്ടാമത്തെ ഹദീസ് എന്താണ്? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരാൾ ഒരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മം പ്രവാചകന്റെ മാതൃകയില്ലാത്തതാണ് എങ്കിൽ അയാൾ പുതുതായി ഉണ്ടാക്കി കൊണ്ടുവന്നതൊന്നുമല്ല. നിലവിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില കർമ്മങ്ങളാണ്. പക്ഷേ ആ കർമ്മങ്ങളിൽ പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, നോമ്പ് എന്ന രൂപത്തിൽ, ഇപ്പോ ശഅബാൻ 15 അതിന് ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ചില ആളുകൾ ആചരിക്കാറുണ്ട്, അനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ ശഅബാൻ 15 നോമ്പുണ്ട്. പക്ഷേ ബറാഅത്ത് നോമ്പ് എന്ന പേര് പ്രത്യേകം എടുക്കുമ്പോഴും അതിൽ ചില വിശ്വാസങ്ങൾ കടത്തിക്കൂട്ടുമ്പോഴും അതിൽ ചില കാര്യങ്ങൾ, ചില പ്രതിഫലങ്ങൾ പ്രത്യേകമായി കാംക്ഷിക്കുമ്പോഴും അത് ബിദ്അത്തായി. അപ്പോൾ നിലവിലുള്ള കാര്യത്തെ തന്നെ മറ്റൊരു രൂപത്തിൽ, ഭാവത്തിൽ, എണ്ണത്തിൽ, കോലത്തിൽ അനുഷ്ഠിക്കുമ്പോൾ അതും ബിദ്അത്തായി മാറുന്നു. ഇങ്ങനെ 2 രൂപത്തിൽ ബിദ്അത്തുകളുണ്ട്. ഇത് രണ്ടും തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി മൂന്നാമത്തത്, വിശ്വാസം നന്നാക്കി സൽക്കർമ്മങ്ങളിലെല്ലാം നമ്മൾ മുന്നേറിയാലും നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ നാം നരകത്തിലേക്ക് ആപതിക്കേണ്ടി വരുന്ന ദുരവസ്ഥയുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ നോമ്പിനെ കുറിച്ച് പോലും പറഞ്ഞപ്പോൾ, മല്ലം യദ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാൾ നോമ്പ് നോറ്റു, പക്ഷെ നോമ്പ് നോറ്റ സമയത്ത് അവൻ നല്ല വാക്കുകളൊന്നും പറഞ്ഞില്ല, അവൻ മോശപ്പെട്ട വാക്കുകളും മറ്റ് അന്യരെ കുറിച്ചുള്ള ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടാണ് അവന്റെ നോമ്പ് തള്ളിപ്പോയത് എങ്കിൽ അവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ നാവിനെ നന്നാക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് മിമ്പറിൽ എല്ലാ ഖുതുബയിലും ഓതുമായിരുന്നു. നമ്മളെല്ലാം എല്ലാ ഖുതുബയിലും കേൾക്കുന്ന ഒരു ആയത്താണ്. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് നാവിനെ സൂക്ഷിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും വിശ്വസിക്കുകയും അള്ളാഹുവിനെ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫലിയസും
അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ, ഒന്നുകിൽ നല്ലത് പറയട്ടെ, ഔലിയസ്മുത്ത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവിനെ സൂക്ഷിക്കാൻ വേണ്ടി നാവിന്റെ ഗൗരവത്തിന്റെ, നാവിൽ നിന്ന് വരുന്ന വിപത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. രണ്ട് മൂന്ന് സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് രണ്ട് സ്ത്രീകളെ കുറിച്ച് ചോദിക്കുകയാണ്. സഹാബികൾ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രണ്ട് സ്ത്രീകളെ കുറിച്ച് ചോദിക്കുന്നു. ഒന്നാമത്തെ സ്ത്രീ നല്ല അമലുകൾ ചെയ്യുന്നു, വിശ്വാസം ക്ലിയറാണ്, നല്ല അമലുകൾ ചെയ്യുന്നു, മുന്തിയ അമലുകളാണ് ചെയ്യുന്നത്, എക്സ്ട്രാ സുന്നത്തുകൾ കൂടുതൽ ചെയ്യുന്നു, അങ്ങനെ നല്ല രൂപത്തിൽ ഇബാദത്തുകൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ പെണ്ണിന് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, അയൽവാസിയെ ചീത്ത പറയുന്നു, അയൽവാസിയെ ഉപദ്രവിക്കുന്നു. അവളുടെ ഹുക്ം എന്താണ്, അവളുടെ വിധി എന്താണ് എന്ന് സ്വഹാബികൾ ചോദിക്കുന്നു. രണ്ടാമത്തെ സ്ത്രീ, അതാണ് ആദ്യം പറഞ്ഞ സ്ത്രീകളുടെ അത്ര തന്നെ ഇബാദത്തുകളൊന്നും ചെയ്യുന്നില്ല, വാജിബുകൾ അങ്ങനെ നിർവഹിച്ചു പോകുന്നു, അവളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ഇബാദത്ത് ചെയ്യുന്നു. ഇവളുടെയും വിഷയത്തിൽ എന്താണ് ഹുക്മ്? പക്ഷേ ഇവൾ അയൽവാസിയെ ഉപദ്രവിക്കാത്ത നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് എന്ന് പറയുമ്പോൾ പ്രവാചകൻ രണ്ടുപേരുടെയും ഹുക്മ് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ സ്ത്രീ വലിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്ത്രീ സ്വർഗത്തിലുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമലുകളുടെ ആധിക്യമല്ല സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം നന്നാക്കണമെന്നത് ഏറ്റവും പ്രധാനമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നാലാമത്തത് നമ്മുടെ മനസ്സിനെ നന്നാക്കുക എന്നതാണ്. നമ്മുടെ വിശ്വാസത്തെ ക്ലിയറാക്കി ഇബാദത്തുകളിൽ ബിദ്അത്തുകൾ കടന്നുകൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയിൽ തന്നെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കി. പക്ഷെ നമ്മുടെ മനസ്സ് മലീമസമാണിയെങ്കിൽ ആ മനസ്സുകൊണ്ട് റബ്ബിലേക്ക് എത്താൻ കഴിയുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠന്മാരായ ആളുകൾ ആരാണ് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, കുല്ലു മഖ്മൂമുൽ ഖൽബി വസുദൂഖുൽ ലിസാൻ, എല്ലാ മഹ്മൂമുൽ ഖൽബും, സത്യം പറയുന്ന നാവും, അവരാണ് ഏറ്റവും മനുഷ്യരിൽ വെച്ച് ഏറ്റവും അഫ്ളലായത് എന്ന് പറയുമ്പോൾ സഹാബികൾ തിരിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, സദൂഖുൽ ലിസാൻ നഅരിഫുഹു, സദൂഖുൽ ലിസാൻ, സത്യസന്ധമായ നാവ്, കളവ് പറയാത്ത നാവ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലായി. ഫമാ മഹ്മൂമുൽ ഖൽബ്, എന്താണ് മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്ന് സ്വഹാബികൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ചോദിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഹുവ തഖിയ്യു നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ്, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഈ രൂപത്തിലുള്ള ഹൃദയമുള്ളവൻ, അവനാണ് മഹ്മൂമുൽ ഖൽബ്, അവനാണ് ജനങ്ങളിൽ ഏറ്റവും അഫ്ളൽ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും പകയില്ലാത്ത, ആരോടും ദേഷ്യമില്ലാത്ത അങ്ങനെ ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. മോശപ്പെട്ട ഹൃദയമാകരുത്, കറുത്ത പുള്ളികൾ നിറഞ്ഞ ഹൃദയമാകരുത്. ഹൃദയത്തെ പരിശുദ്ധിപ്പെടുത്തി, ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്, ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ വന്നിട്ടുണ്ടോ അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഹദീസ് പഠിപ്പിച്ചു തന്നത്, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇത്നൈനി വയൗമൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ആകാശലോകത്ത് സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നതാണ്. എന്നാൽ പ്രവാചകൻ പഠിപ്പിക്കുന്നു, فيغفر الله عز وجل لكل عبد لا يشرك بالله شيئا إلا رجلا كانت بينه وبين أخيه شحنا. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശിർക്ക് ചെയ്യാത്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ ഇവിടെയും ആദ്യം എണ്ണിയത് എന്താണ്? വിശ്വാസ രംഗത്തെ പരിശുദ്ധിയാണ്. വിശ്വാസത്തെ രംഗത്തിലെ പരിശുദ്ധിയെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എണ്ണിയത്. അങ്ങനെ വിശ്വാസത്തെ ക്ലിയറാക്കിയ ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തുകയാണ്. ഒരു വിഭാഗം ആളുകൾ ആരാണ്? ഇല്ലാ റജുലൻ, ഒരു മനുഷ്യനുണ്ട്, ഒരു പുരുഷനുണ്ട്. എന്താണ് അവന്റെ പ്രശ്നം? കാന ബൈനഹു വബൈന അഖീഹി ഷഹ്ന, അവനും അവന്റെ സഹോദരനുമിടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കല്യാണം വിളിക്കാത്തതിന്റെ പേരിൽ പിണങ്ങി നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം, കുടുംബത്തിലെ വിഷയങ്ങൾ അറിയിക്കാത്തതിന്റെ പേരിൽ പിണങ്ങി നിൽക്കുക, ഇങ്ങനെ പരസ്പരം വിദ്വേഷം വച്ചു പുലർത്തുന്ന, പിണങ്ങി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. അവൻ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ശരി, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് പറയുമെന്നാണ്, അൻദുറു ഹാദൈനി ഹത്താ യസ്തലിഹ, ഇത് 3 പ്രാവശ്യം ആവർത്തിക്കുന്ന
മലക്കുകളോട് പറയും, ഒന്ന് നോക്കി നിൽക്ക്, അവരൊന്ന് രഞ്ജിപ്പിലാകുന്നോ, അവരുടെ പിണക്കങ്ങൾ മാറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പിന്നെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ അള്ളാഹുവിന്റെ വാക്കുകളെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ ഒരു മനപ്പൊരുത്തമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കുടുംബത്തിൽ പ്രത്യേകിച്ചും കുടുംബബന്ധം ചേർക്കണമെന്നാണ്. കുടുംബബന്ധം മുറിക്കുന്നവൻ അള്ളാഹുവിന്റെ റഹ്മത്തിന് വിധേയമാവുകയില്ല എന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നും ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ശഅബാനിന്റെ പകുതി പിന്നിടുമ്പോൾ ഈ ശഅബാനിന്റെ പകുതിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, ഇന്നല്ലാഹ ലയത്തലിഉ ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് എത്തി നോൽക്കുന്ന ദിവസമാണ് ശഅബാനിന്റെ പകുതിയിൽ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. എന്നിട്ട് അതിന്റെ പ്രത്യേകത പറഞ്ഞത്, ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിനിൻ, രണ്ട് വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. അല്ലാഹു പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാൻ എന്ന് പ്രവാചകൻ പരസ്പരം പ്രത്യേകം അത് പറഞ്ഞത്. അപ്പൊ പുറത്തു കൊടുക്കാത്ത വിഭാഗത്തിലെ രണ്ട് വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ നേരത്തെ എണ്ണിയ രണ്ട് വിഷയത്തെക്കുറിച്ചാണ്. ഒന്നാമത്തേത് വിശ്വാസ രംഗത്തുള്ള വിശുദ്ധിയില്ലാത്തവർ, ശിർക്ക് ചെയ്യുന്നവർ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വാസ രംഗത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കണം, സംരക്ഷിക്കണം, പരിശുദ്ധമാക്കണം. അതിനെ മലീമസത്തിൽ നിന്ന്, മലിനമാകുന്നതിൽ നിന്ന് കാത്തു സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തണം എന്നതാണ് ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കും. രണ്ടാമത്തത് അവ മുശാഹിനിൻ എന്ന് പറയുമ്പോൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്ന കക്ഷികളും അതിൽപ്പെട്ടു. അതല്ല, പരസ്പരം വിദ്വേഷവും വഴക്കും പ്രശ്നങ്ങളുമായി കഴിയുന്ന, അകന്നു കഴിയുന്ന ആളുകളും അതിൽപ്പെട്ടു എന്നാണ്. ഈ രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വിഘടിച്ച് ശിർക്കിനും കുഫ്റിനും വേണ്ടി മാറി നിൽക്കുന്ന, കക്ഷിത്വം കാണിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് ഒരു സംഘടന കക്ഷിത്വം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സംഘടന എന്നത് ദീനിനെ വളർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സംഘടനയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഒരിക്കലും ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പരസ്പരമുള്ള, വിശ്വാസികൾ പരസ്പരമുള്ള വിദ്വേഷങ്ങൾ മാറ്റി മനസ്സിൽ കളങ്കമറ്റ രൂപത്തിൽ പരസ്പരമുള്ള സ്നേഹത്തെ വളർത്തിയെടുക്കാനാണ്. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ കുടുംബങ്ങൾ തമ്മിൽ ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പരസ്പരം സലാം പോലും പറയാൻ മനസ്സ് കാണിക്കാത്ത, സംഘടനാ താല്പര്യങ്ങൾ മാത്രം കൊണ്ടു നടക്കുന്ന ചില ആളുകളെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അത് തീർത്തും ഇസ്ലാമികമായ വിരുദ്ധമായ പ്രവർത്തനമാണ്, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിനക്കറിയുന്നവനെയും അറിയാത്തവനെയും കണ്ടാൽ നീ സലാം പറയണമെന്ന്. അങ്ങോട്ട് സലാം പറയുന്നവനാണ് ഏറ്റവും ഉത്തമനെന്നും പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ കണ്ടാൽ അതാരുമാകട്ടെ, ഏത് സംഘടനയുടെയും ഏത് ആളുകളുമാകട്ടെ, മുസ്ലിമാണോ, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ആളാണോ, അവന്റെ മേൽ സലാം പറയുക, അവനോട് സലാം പറയുക എന്നത് നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
അതോടൊപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നാളെ ഷാബാൻ 15 എങ്കിൽ ആ ഷാബാൻ 15 കൊണ്ട് ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ ഇടയിൽ വ്യാപകമായി കൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഷാബാൻ 15 നോമ്പ്. ആ നോമ്പ് സ്ഥിരപ്പെട്ട നോമ്പുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിദ്അത്തുകൾ, കർമ്മ മേഖലയിലെ അവിശുദ്ധിയാണ് യഥാർത്ഥത്തിൽ ബിദ്അത്തുകൾ കടന്നുവരിക എന്നത്. ഷാബാൻ 15 അയ്യാമുൽ ബിഅദിന്റെ നോമ്പുണ്ട്. അയ്യാമുൽ ബിഅദ് എല്ലാ മാസവും ഉള്ളതാണ്. എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങൾ, അറബി മാസങ്ങളിലെ 13, 14, 15 ദിവസങ്ങൾ അയ്യാമുൽ ബിഅദ് സുന്നത്തായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള നോമ്പ് തന്നെയാണ്. ആ രൂപത്തിൽ അയ്യാമുൽ ബിഅദ് എന്ന നിയ്യത്തോടുകൂടി ഷാബാൻ 15 നോമ്പെടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, പ്രവാചകൻ ഈ ഷാബാൻ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിട്ടുള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു തരുന്നുണ്ട്. റമളാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിട്ടുള്ളത് ഷാബാനിലാണ്. ആ നിയ്യത്തോടുകൂടിയും ഒരാൾ ഷാബാൻ 15 നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് സുന്നത്തായി അവന് പ്രതിഫലം ലഭിക്കും. അതേസമയം മറ്റു നിയ്യത്തുകളൊന്നുമില്ല, അവൻ ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാബാൻ 15 നോമ്പെടുക്കാൻ ശ്രമിച്ചാൽ ആ നോമ്പ് ബിദ്അത്തും, ആ നോമ്പിന് കുറ്റം കിട്ടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഹൗദുൽ കൗസറിൽ സുഹ്തൻ സുഹ്തൻ ലിമൻ ഗയ്യറ ബഅദി, വിദൂരത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിക്കുന്ന ഒരു ദുരവസ്ഥ നാളെ പാരത്രിക ലോകത്ത് വരുമെന്ന്, ഈ നല്ലതല്ലേ, സുന്നത്തല്ലേ, നോമ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തായ കർമ്മങ്ങൾ പ്രവർത്തിച്ചാലുള്ള ദുരവസ്ഥയാണ് പാരത്രിക ലോകത്ത് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഷാബാൻ 15 ബറാഅത്ത് എന്ന് പറയുന്ന നോമ്പില്ല, മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച ഷാബാനിലെ പ്രത്യേകമായ നോമ്പ്, ഷാബാനിൽ നിന്നല്ല, പ്രവാചകൻ എല്ലാ മാസവും പ്രത്യേകമായി പഠിപ്പിച്ച നോമ്പ് എല്ലാ മാസത്തിലെയും 13, 14, 15 അയ്യാമുൽ ബിഅദിന്റെ നോമ്പാണ്. അതോടൊപ്പം ഷാബാനിൽ പ്രവാചകൻ അധികമായി നോമ്പെടുത്തു എന്ന നിയ്യത്തോടുകൂടി നമുക്ക് ഷാബാനിൽ 15 നോമ്പെടുത്തു കഴിഞ്ഞാൽ, അതോടൊപ്പം അത് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ആണ് വന്നതെങ്കിൽ അതിന്റെയും പ്രതിഫലം കിട്ടുമെന്നല്ലാതെ ഷാബാൻ 15 ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞ നോമ്പില്ല. അങ്ങനെ നിയ്യത്തെടുത്ത് നോമ്പെടുത്തു കഴിഞ്ഞാൽ ആ നോമ്പിന് പ്രതിഫലം കിട്ടുന്നതിന് പകരം കുറ്റം കിട്ടുന്ന ഒരവസ്ഥയുണ്ടാകും. അള്ളാഹു അത്തരത്തിൽ വിശ്വാസത്തെ സംരക്ഷിച്ച് ക്ലിയറാക്കി നന്നാക്കി, അതോടൊപ്പം കർമ്മ മേഖലകൾ ശുദ്ധീകരിച്ച് നമ്മുടെ അമലുകളെ നന്നാക്കി, അതോടൊപ്പം നമ്മുടെ സ്വഭാവത്തെ നന്നാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തെ നന്നാക്കി കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് റബ്ബിന്റെ അടുത്ത് ഏറ്റവും നല്ല മനുഷ്യനായി, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, മാന്യമായ ശാന്തിയടഞ്ഞ സമാധാനം ലഭിച്ച ഹൃദയത്തിൽ വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത രൂപത്തിൽ മരണമടഞ്ഞു കഴിഞ്ഞാൽ പാരത്രിക ലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ വിശ്വാസത്തെ ക്ലിയറാക്കി, കർമ്മങ്ങളെ നന്നാക്കി, സ്വഭാവത്തെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട്, സ്വഭാവത്തിൽ എഡിറ്റ് ചെയ്യേണ്ട മേഖലകളെ എഡിറ്റ് ചെയ്ത്, അതോടൊപ്പം ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ റബ്ബെല്ലാവർക്കും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമായ വീഴ്ചകളും തെറ്റുകളും അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാൻ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധരായിക്കൊണ്ട് പ്രവേശിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിടം വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകാശപൂരിതമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളാൽ, പ്രയാസങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ, രോഗങ്ങൾ മാറ്റി ഏറ്റവും നല്ല അവസ്ഥയിൽ അവർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിട പറയാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക വഅഅദാഅദ് ദീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم.